എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ കൂടെ ഞാൻ കാണിക്കുന്നത് എൻ്റെ വിളവെടുപ്പാണ്. അന്ന് വെജിറ്റബിൾ ഗാർഡനെ എല്ലാം കാണിച്ച് ഇപ്പോൾ അതെല്ലാം ഒത്തിരി കൂടെ ഒക്കെ വലുതായി, പിന്നെ പൂക്കളൊക്കെ ആയി, കായ്കൾ വന്ന്, ടൊമാറ്റോസൊക്കെ ശരിക്കും പറഞ്ഞാൽ ഗ്രീൻ ആയിട്ട് നിൽക്കുന്നതേ ഉള്ളൂ, പഴുത്തിട്ടില്ല, പക്ഷെ നിറയെ വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ചെല്ലാം വിളവെടുപ്പെടുത്തു ഇന്നത്തേക്ക് വേണ്ടി, ഇന്നും നാളെയൊക്കെ ആയിട്ട് എടുക്കാൻ വേണ്ടി. അപ്പോൾ അതിനെല്ലാം കൂടെ ഞാനൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ പക്ഷേ എല്ലാ ദിവസവും ഞാൻ കുറേശ്ശൊക്കെ എടുക്കുന്നുണ്ട് വെജിറ്റബിൾ ഗാർഡനിൽ നിന്ന്. പക്ഷേ ഇപ്പം ഞാൻ എടുത്ത് വെച്ചേക്കുന്നത് എല്ലാം ഒന്ന് കാണിക്കാം. ഓക്കെ, അപ്പോൾ എല്ലാം ഒന്ന് നോക്കാം. ഇത് എൻ്റെ ആ ചീര ഞാൻ ഒരുവിധം എല്ലാ ദിവസവും ഇപ്പോൾ എടുക്കുന്നുണ്ട്. പല രീതിയിൽ കുക്ക് ചെയ്യുന്നു. ഇപ്പോൾ എടുത്ത് വെച്ചപ്പോഴത്തേന് ഇച്ചിരി വാടി തുടങ്ങി. അതിനകത്ത് റെഡ് ചീരയുണ്ട്, നല്ല നീളത്തിലിങ്ങ് വന്നിട്ടുണ്ട്. പിന്നെ പച്ചച്ചീര എല്ലാം ഉണ്ട് അതിനകത്തിൽ. പിന്നെ അതേ ലോക്കി ഭയങ്കര നീളത്തിൽ ഭയങ്കര ഹെവി ആയിട്ട് ഒരെണ്ണമാണിത്. ഇതുപോലത്തെ ഞാൻ വേറൊരെണ്ണം നേരത്തെ എടുത്തു, പിന്നെ ഒരു റൗണ്ട് വൺ എടുത്തു. ഇതിപ്പം മൂന്നാമത്തേത് ഞാൻ കട്ട് ചെയ്തതാണ്. പിന്നെ ഇതിൻ്റെ ബ്രിഞ്ചോൾ ഒരു വൈറ്റ് കളറിലെ, പിന്നെ 2 ഗ്രീനും പിന്നെ 2 പേർപ്പിൾ കളറിലെ ഇതും ഇന്നിപ്പോൾ പറിച്ചേക്കുന്നത്. പിന്നെ അതാ വലിയൊരു ചില്ലി, ബജ്ജിയൊക്കെ ഉണ്ടാക്കുന്ന സൈസിലെ ചില്ലി. പിന്നെ എനിക്ക് ആദ്യത്തെ ബീൻസാണ് ഈ ബീൻസ് ആദ്യം പറിച്ചതാണ് കേട്ടോ, നമ്മുടെ നീളത്തിലുള്ള ബീൻസ്, സ്നേക്ക് ബീൻസ്. പിന്നെ അതെനിക്ക് 3 എണ്ണം കിട്ടി. പിന്നെ നമ്മുടെ പാവയ്ക്ക, ബിറ്റർ ഗോഡ് പാവയ്ക്ക ആണെങ്കിലും എനിക്ക് ഇത് ആദ്യമായിട്ട് പറിച്ചതാണ്. 3 എണ്ണം കിട്ടി, പക്ഷെ ഒരെണ്ണം വളരെ ചെറുതാണ്. ഇതെല്ലാം നല്ല സൈസായിട്ടുണ്ട്. പിന്നെ നോർമൽ ബീൻസ് ഇത് ഞാൻ 1-2 പ്രാവശ്യം പറിച്ചു. ഇപ്പോൾ ഇന്ന് ഇത്രയും കൂടെ പറിക്കാനുണ്ടായിരുന്നു, ഇനി ഞാനതിൽ വരുന്നുണ്ട്. പിന്നെ 2 ടൈപ്പിലെ ചില്ലി, ഇന്നിപ്പോൾ ഇതിൻ്റെ എല്ലാത്തിനെയും കൂടി ഇടാൻ വേണ്ടി അത്. പിന്നെ ഇത് സാലഡ് ലീവ്സ്, ഗ്രീനും പിന്നെ പേർപ്പിൾ കളറിലേതും. പിന്നുള്ളത് പിന്നെ അത് റാഡിഷ്, ആ പിങ്ക് കളറിലെ റാഡിഷ്. ഇതിപ്പോൾ ഞാൻ ഒത്തിരി പറിച്ചു, ഇത് ഏതാണ്ട് അവസാനത്തോട്ട് എത്തി തുടങ്ങി. പിന്നെ ഇതിൻ്റെ ചിലതിനൊക്കെ ഇച്ചിരി ഡിഫറെൻറ്റ് ഷേപ്പും ഒക്കെയാണ്. ഇതിൻ്റെ ലീഫ് ഞാൻ എടുക്കുവേ, പിന്നെ നമുക്ക് ചുമ്മാ തോരനുണ്ടാക്കാം അത്, അപ്പോൾ അതും കളയത്തില്ല. പിന്നെ ഇവിടെ ഇരിക്കുന്നത് ഈ യെല്ലോ കളറിലെ സാധനമാണെങ്കിൽ, പിന്നെ ഇത് അസുക്കീനി എന്ന് പറഞ്ഞില്ലേ, അസുക്കീനിയുടെ ഫ്ലവറാണ് ഇത്, മെയിൽ ഫ്ലവർ, ആൺപൂവ്. പിന്നെ അതെന്നേരം അതങ്ങ് വാടി അടുത്ത ഒരു ദിവസം വൈകിട്ടാകുമ്പോൾ ഞാനിങ്ങനെ പറിക്കും. പിന്നെ ഇങ്ങനെ പറിച്ചിട്ട് ഇതിനെ ഉണ്ടല്ലോ, നമുക്ക് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും ഇടാം, ഏത് കറിയിലും ഇട്ടാൽ ആ കറിയുടെ ഒരു ഫ്ലേവർ പിടിച്ചിട്ട് നല്ലൊരു ടേസ്റ്റാണ്. പിന്നെ ഈവൻ തോരനുണ്ടാക്കുമെങ്കിൽ ഞാൻ അതിനകത്ത് ഇടും. അതുകൊണ്ട് ഞാൻ ഒരു പൂവ് അത് കളയത്തില്ല. അപ്പോൾ എല്ലാ മെയിൽ ഫ്ലവേഴ്സും ഞാൻ എടുക്കും. അപ്പം അത്രയൊക്കെയാണ് എൻ്റെ ഇന്നത്തെ വിളവെടുപ്പ്. ഇതിനെ പറഞ്ഞില്ലല്ലോ, മുട്ട. ഇത് എനിക്ക് ഇപ്പോൾ ഒരു കോഴിയുണ്ട്, ഇതിപ്പോൾ 3 ദിവസത്തെ മുട്ടയാണേ. പക്ഷേ പിന്നെ ഞാൻ എടുക്കാൻ മറന്നുപോയായിരുന്നു, അപ്പോൾ പോയിട്ട് ഇപ്പോൾ എടുത്തതാണ്. എനിക്കിപ്പോൾ ഒരു കോഴിയേ ഉള്ളൂ. നേരത്തെ ഞങ്ങൾക്ക് 6 കോഴികളുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ ഒരെണ്ണേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ മുട്ട. അപ്പം ഇത്രയൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വിളവെടുപ്പ്. ശരിയപ്പം ബായ്. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെയും കാണാം.